പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോകൾ, PDF ഫയൽ, അങ്ങനെ പല ഫയൽസുകളും നമുക്ക് സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട് അയച്ചു കൊടുക്കാനുള്ള QR കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരം വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ വെബ്സൈറ്റ് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ MEQR എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലെ ഫസ്റ്റ് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ടെക്സ്റ്റ്, മാപ്പ്, വൈഫൈ, ആഡിയോ, വാട്സപ്പ്, പല കാര്യങ്ങളും, യൂട്യൂബ്, പലതും നമുക്ക് QR കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇമേജ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവുന്നത് കാണാൻ സാധിക്കും. നമ്മളിതൊരു ഇമേജ് നമ്മുടെ ഗാലറിയിൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ താഴെ ഇവിടെ നമുക്കതിൽ ആ ഇമേജിനൊരു നെയിം നമുക്ക് കൊടുക്കാം. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു QR കോഡ് ജനറേറ്റ് ആയത് ഇവിടെ കാണാൻ സാധിക്കും. ഈ ലെൻസിൻ്റെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും. അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇത് വാട്സപ്പിലോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അയച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വാട്സപ്പിൽ അയച്ചിരിക്കുകയാണ്. ഇത് ഒരു QR കോഡായിട്ട് മാത്രമേ അവർക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതൊരു PDF ഫയലായിരുന്നാലും, അതുപോലെ ഇമേജസ് ആയിരുന്നാലും, ടെക്സ്റ്റ് ആയിരുന്നാലും, അതുപോലെ ആഡിയോ ആയിരുന്നാലും ശരി തന്നെ ഇതുപോലെ നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. അതെന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ അയച്ചു കൊടുക്കാം. പക്ഷേ സുഹൃത്ത് ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അവർക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ആ ഇമേജസ് ഞാൻ നോക്കാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് ഗാലറി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ഗാലറിയിൽ നിന്ന് നമ്മൾ ആ QR കോഡ് എടുക്കുക. വാട്സപ്പിൽ വന്നതായിരുന്നാലും ശരി തന്നെ, നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരുന്നാലും ശരി തന്നെ, ആ QR കോഡ് നമുക്ക് ഇതുപോലെ ഗാലറിയിൽ കാണും. അതിതുപോലെ എടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വരിയായി നമുക്ക് കാണാൻ സാധിക്കും ഓപ്പൺ, ഷെയർ, കോപ്പി. ഇത് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഓപ്പൺ കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്ത ഇമേജസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ സുഹൃത്തിനും നമ്മളത് പറഞ്ഞു കൊടുക്കുക. എന്നാൽ മാത്രമേ അവർക്കിത് ഇമേജസ് എടുക്കാനുള്ള ട്രിക്ക് അവർക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഫോട്ടോകൾ, ഇതുപോലെ ആഡിയോകളെല്ലാം നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും എപ്പോഴാണ് നിങ്ങൾക്ക് ഉപകാരം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.